ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ കനിവായ് നിലാവായ് എന്ന യൂണിറ്റിലെ കുമാരനാശാൻ എഴുതിയൊരു കവിതയാണ്. പുഷ്പവാടി എന്ന കവിതയിൽ നിന്നെടുത്ത പരിക്കേറ്റ കുട്ടി എന്ന പാഠഭാഗമാണ്. കനിവായ് നിലാവായ് എന്ന യൂണിറ്റിലെ ആദ്യത്തെ അധ്യായം തിക്കോടിയൻ എഴുതിയ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗമാണ്. അത് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ ഷെയർ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതയിൽ നിന്നെടുത്ത പരിക്കേറ്റ കുട്ടി എന്ന പാഠഭാഗമാണ്. ആദ്യം നമുക്ക് കുമാരനാശാനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് 1873 ഏപ്രിൽ 12 മുതൽ 1924 ജനുവരി 16 വരെയാണ്. ആശാൻ്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി. ആധുനിക കവിത്രയത്തിലൊരാളുമാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളായി പറയാറുണ്ട്. അപ്പോൾ നമുക്കിനി പാഠഭാഗത്തേക്ക് പോകാം. പരിക്കേറ്റ പെൺകുട്ടി എന്ന പാഠഭാഗം തുടങ്ങുന്നത് കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതയിലൂടെയാണ്. അപ്പോൾ നമുക്ക് ആ കവിത വായിക്കാം. അരികത്തമ്പോടു വരുന്നുണ്ടമ്മ ഞാൻ കരയായി ഗോമനെ കരൾവാടി, പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി ഗോമനെ വരുന്നു ഞാൻ. പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റു നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ, തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ. മറിച്ചിട്ടിപ്പട മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും, മുറിയിൽ കട്ടിന്മേൽ കയറി ചാഞ്ചാടി തറയിൽ വീണീ പൂങ്കവിളും നീ. കരുതേണ്ട തല്ലും ഇതിനായി ഞാനെന്നു കരയേണ്ട നോവുമകന്നു പോം, അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി. ഉരച്ചിവണ്ണമക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ, സ്ഫുരിച്ച പുഷ്പത്തെ അളിപോലെ കുട്ടി ചിരിച്ചാൻ കാർനീങ്ങും ശശി പോലെ. ഇത്രയുമാണ് ആ പാഠഭാഗത്തുള്ള കവിതയുടെ കവിതാഭാഗം. ഇത് എഴുതിയത് കുമാരനാശാനാണ്. കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണിത്. അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈണത്തിൽ താളത്തിൽ എന്നൊരു ഹെഡിങ് ആണ്. അതിന് താഴെ പറഞ്ഞിരിക്കുന്നത് കവിത മൗനമായി വായിക്കൂ. അതിനുശേഷം ചെറിയ ഗ്രൂപ്പുകളിൽ കവിതയ്ക്ക് യോജിച്ച ഈണം കണ്ടെത്തി ചൊല്ലണം. തുടർന്ന് ഓരോരുത്തരായും ചൊല്ലാം. കവിത ചൊല്ലുമ്പോൾ ചില പുതിയ വാക്കുകൾ കണ്ടെത്തിയോ? അതിൽ നമുക്ക് മനസ്സിലാകാത്ത വാക്കുകളുണ്ടെങ്കിൽ പുസ്തകത്തിലെ പദപരിചയം നോക്കിയും ടീച്ചറോട് ചോദിച്ചും അവയുടെ അർത്ഥം മനസ്സിലാക്കി നോട്ട് പുസ്തകത്തിൽ എഴുതണം. അതുപോലെ തന്നെ പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. കുട്ടിക്ക് പരുക്കുണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്? അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നത് എങ്ങനെ? കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഗ്രൂപ്പുകളായിരുന്ന് കവിത വായിച്ച് ഈ കാര്യങ്ങൾ കണ്ടെത്തൂ. എന്നിട്ട് ക്ലാസ്സിൽ പൊതുവായി അവതരിപ്പിക്കൂ. കുട്ടിക്ക് അപകടം സംഭവിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ അറിയാമല്ലോ. കുട്ടി ഒരു ചെറിയ തൈമാവിൽ കയറിയതാണ്. തൈമാവിൽ നിന്ന് താഴേക്ക് വീണ് പനിനീർ ചെമ്പകത്തിൻ്റെ മുള്ളേറ്റ് കുട്ടിയുടെ കുഞ്ഞു കൈവിരൽ മുറിഞ്ഞു. അതുപോലെ തന്നെ മാവിൽ നിന്ന് വീണപ്പോൾ കുട്ടിയുടെ കാൽമുട്ടുകൾ ചതഞ്ഞു. അങ്ങനെയാണ് കുട്ടിക്ക് അപകടം സംഭവിച്ചത്. എന്നിട്ട് അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോനെ കരയണ്ട. പാഠഭാഗത്ത് പറയുന്നത് കരുതേണ്ട തല്ലും ഇതിനായി ഞാനെന്നു കരയേണ്ട നോവുമകന്നു പോം, അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി. അതായത് നീ അറിവില്ലാത്തൊരു പൈതലാണ്. നീ കളിക്കാനായി നിന്ന സമയത്ത് നിനക്ക് സംഭവിച്ച ഈ മുറിവ്
സാരില്ല, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുട്ടിയുടെ വേദനയിൽ ഓടിയെത്തുന്ന അമ്മയുടെ ആശ്വാസത്തിന് കീഴിൽ കുട്ടിക്കുണ്ടാവുന്ന ഭാവമാറ്റം എന്തൊക്കെയാണെന്ന് നോക്കണം. അത് വിശദീകരിക്കുവാനായി കവി ഉപയോഗിച്ച സാധ്യത വിടർന്ന പൂവിനെ വണ്ട് ചുംബിക്കുന്നത് പോലെ. അത് അമ്മയെ ആണ് അങ്ങനെ ഉപമിക്കുന്നത്. മേഘങ്ങൾ നീങ്ങുമ്പോൾ പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെയാണ് കുട്ടിയെ ഉപമിക്കുന്നത്. പ്രകാശം പരത്തുന്ന പുഷ്പത്തെ വണ്ട് പോലെയാണ് അമ്മ കുട്ടിയുടെ മുറിവുകളെ ചുംബിക്കുന്നത്. ഇവിടെ വളർച്ചയ്ക്കും അറിവിനും അനുഭവങ്ങൾക്കും വേണ്ടിയുള്ള വെമ്പലിനെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ആദരിക്കുന്ന അമ്മയെയാണ് കുമാരനാശാൻ ചിത്രീകരിക്കുന്നത്. ശേഷം പാഠഭാഗത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനായി പറഞ്ഞിട്ടുണ്ട്. അത് ഇതാണ്: ഉരച്ചിവണ്ണമക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെ അളിപോലെ കുട്ടി ചിരിച്ചാൻ കാർനീങ്ങും ശശി പോലെ. വേദനിച്ചു കരയുന്ന കുട്ടിയുടെ അടുത്തെത്തുന്ന അമ്മയുടെ ആശ്വസിപ്പിക്കൽ, കുട്ടിയുടെ ഭാവമാറ്റം, ഇക്കാര്യങ്ങളെല്ലാം ഈ 4 വരികളിലുണ്ട്. ഇതിൽ അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഭാവമാറ്റം എത്ര മനോഹരമായിട്ടാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് പാഠഭാഗത്ത് മനോപടം തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സമാന കവിതകൾ, കവിതയെക്കുറിച്ച്, അതായത് പരിക്കേറ്റ കുട്ടിയുണ്ടല്ലോ, പരിക്കേറ്റ കുട്ടിയുടെ ആ പാഠഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ട അതേ ശൈലിയിലുള്ള സമാന കവിതകൾ, കവിയെക്കുറിച്ച് ഇഷ്ടപ്പെട്ട വരികൾ, സവിശേഷ പ്രയോഗങ്ങൾ, കവിതയിലെ ആശയം, ഒരു മനോപടത്തിൻ്റെ സഹായത്തോടെ പരിക്കേറ്റ കുട്ടി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് 3 കവികളുടെ കവിതകളാണ്. അത് ഒരാൾ കുരീപ്പുഴ ശ്രീകുമാർ, പിന്നെ കൈതപ്രം, പിന്നെ ഇടശ്ശേരി, ഈ 3 പേരുടെ ചെറിയൊരു കവിതകളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമായി കുരീപ്പുഴ ശ്രീകുമാർ എന്ന വ്യക്തിയുടെ കവിതയാണ്. അതിങ്ങനെയാണ്: ഉപ്പയെൻ്റുപ്പയെനിക്കുജ്വല നക്ഷത്രം, ഉപ്പയെൻ്റുപ്പയെനിക്കക്ഷയ പാൽപാത്രം. ഇത്രയാണ് കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയിരിക്കുന്ന കവിതയുടെ ഭാഗം. അടുത്തതായി കൈതപ്രത്തിൻ്റെ ഒരു 4 വരി കവിതയാണ്: എന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ചൻ, കടലാസു തോണിയെ പോലെ എൻ ബാല്യത്തിലൊഴുകുന്നൊരോർമ്മയാണെന്നച്ചൻ, ഉടലാർന്ന കാരുണ്യമച്ചൻ, കൈവന്ന ഭാഗ്യമാണച്ചൻ. ഇത് കൈതപ്രം എഴുതിയതാണ്. അതിനുശേഷം ഇടശ്ശേരി എഴുതിയ ഒരു കവിതയുണ്ട്: പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ, കാറ്റിൻ ചുഴലിയായി ചെന്നു പൂതം, ചുറ്റിക്കണക്കങ്ങു നിന്നാളമ്മ, കാട്ടുതീയായിട്ടും ചെന്നു പൂതം, കണ്ണീരാലൊക്കെ കൊടുത്താളമ്മ, നരിയായും പുലിയായും ചെന്നു പൂതം, തരികൻ്റെ കുഞ്ഞിനെ എന്നാളമ്മ. ഇത് ഇടശ്ശേരിയുടെ കവിതയാണ്. പൂതപ്പാട്ട് എന്ന് പറയുന്ന കവിതാഭാഗത്തിൽ നിന്നുള്ളതാണിത്. സ്നേഹവും സൗഹൃദവും കരുതലും ഇങ്ങനെ എത്ര കവിതകളിലുണ്ട്. അത്തരം കവിതകൾ കണ്ടെത്തി എഴുതി സൂക്ഷിക്കുക. അടുത്തതായി അന്ധയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അന്ധയായ ഒരു പെൺകുട്ടിയായിരുന്നു മിറി. അത് നന്മ പൂക്കൾ എന്ന അടുത്തൊരു അധ്യായമാണ്. അത് ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം. ഓക്കെ, താങ്ക്സ്.